പണ്ടൊക്കെ എൻ്റെതായ രീതിയിൽ എൻ്റെ ഒരു സ്റ്റൈലിലായിരുന്നു ഞാൻ മെഹന്തി ഇട്ടുകൊണ്ടിരുന്നത്. ഫ്ലോറൽ ടൈപ്പ് ഡിസൈൻസ് ആയിരുന്നു അത്. അതെൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെ ആയിരുന്നു കേട്ടോ. അതിൽ ഞാൻ പല വെറൈറ്റി ഇങ്ങനെ ഡിസൈൻസൊക്കെ ഇങ്ങനെ സ്വയം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. എൻ്റെതായ ഒരു സ്റ്റൈലിൽ തന്നെ ഇടണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ റെഫറൻസ് ഒന്നും നോക്കി അങ്ങനെ ഇട്ട് കൊടുക്കാറില്ലായിരുന്നു. മെയിനായിട്ട് എൻ്റെ രണ്ട് അനിയത്തികൾക്ക് തന്നെയായിരുന്നു ഇട്ട് കൊടുത്തിന്. പിന്നെ കസിൻസും ഒക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആ സ്റ്റൈലിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ ബ്രൈഡൽ ഡിസൈൻസ് ഒന്നും ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല. എന്നാലും അതൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഏതൊരു ടൈമിൽ ആ ഡിസൈൻസൊക്കെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അമളി എന്ന് തന്നെയല്ലേ പറയുക. അപ്പോൾ അത് മനസ്സിലായത്. അങ്ങനെ ഫ്ലോയിലാണ്ട് വരുന്നില്ല, ആ ഒരു രീതിക്കണ്ട് കിട്ടണില്ല. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയാലോ, പക്ഷെ ഇതൊന്നും അങ്ങോട്ട് റെഡി ആവണില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം വന്ന്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇടാൻ അറിയില്ലല്ലേ എന്നൊക്കെ ഒരു തോട്ട് വന്ന്. അപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ റെഡി ആവുള്ളൂ. അങ്ങനെ എന്നോ ഞാൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിച്ച് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പ്രാക്ടീസിങ് ഒന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇപ്രാവശ്യമെങ്കിലും പ്രാക്ടീസിങ് റെഡി ആയാൽ നന്നായിരുന്നു എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കണ്ട് തുടർന്നും പോയാൽ മതിയായിരുന്നു. അന്നേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു പെർഫെക്റ്റായി ഇടാൻ അറിയുന്ന ഒരാളായി മാറിയിരുന്നു. പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ടൈം അതിക്രമിച്ച് കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അന്നേ ഞാൻ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആരായേനെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയൊരു ഡിസൈനാണ് കേട്ടോ. എൻ്റെതായ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണിത്. പല ഡിസൈൻസൊക്കെ നോക്കി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം കൂടി എടുത്ത് എൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ ഇട്ടതാണ്. റെഫറൻസ് ഒന്നും നോക്കിയതല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടമായോ? എന്നാൽ ശരിടാ, ബൈ.